കൊച്ചി മേയർ ആരാകുമെന്ന ആകാംക്ഷ വർദ്ധിപ്പിച്ചു കോൺഗ്രസിന് മേൽ സമ്മർദ്ദം ശക്തമാക്കി ലത്തീൻ സഭ. കൊച്ചി കോർപ്പറേഷനിൽ ലത്തീൻ സമുദായത്തിന് അർഹമായ പ്രാതിനിധ്യം വേണമെന്ന് ആവശ്യപ്പെട്ട് സഭ പരസ്യ പ്രതികരണവുമായി രംഗത്ത് വന്നു. സമുദായത്തിൽ നിന്നുള്ള ഒരാളെ മേയറാക്കണമെന്നും കേരള റീജിയണൽ ലാറ്റിൻ കാത്തലിക് കൗൺസിൽ ആവശ്യപ്പെടുകയും ചെയ്തു. സംഘടനയുടെ വൈസ് പ്രസിഡന്റായ ജോസഫ് ജൂഡാണ് ഈ ആവശ്യം മാധ്യമങ്ങൾക്ക് മുന്നിൽ പരസ്യമായി ഉന്നയിച്ച് രംഗത്ത് വന്നത്. കോൺഗ്രസ് മത്സരിച്ച് വിജയിച്ച 36 ഡിവിഷനുകളിൽ 18 ലത്തീൻ വിഭാഗത്തിന് സ്വാധീനമുള്ള മേഖലകളാണെന്ന് ചൂണ്ടിക്കാണിച്ചാണ് സഭയുടെ അവകാശവാദം. ഷൈനി മാത്യു, മിനിമോൾ വി.കെ. എന്നിവരിൽ ഒരാളെ മേയറായി പരിഗണിക്കണം എന്നാണ് ആവശ്യം. ജോസഫ് ജൂഡിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്. കൊച്ചി കോർപ്പറേഷനിലേക്കുള്ള മേയർ തെരഞ്ഞെടുപ്പിൽ ലത്തീൻ സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തി മേയറായി നഗരസഭയുടെ ചുമതലക്കാരനായി വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണിത്. 76 ഡിവിഷനുകളിൽ 36 ഡിവിഷൻസിലാണ് കോൺഗ്രസ് ജയിച്ചിരിക്കുന്നത്. അതിൽ 18 ഡിവിഷൻസ്, അതായത് 39% പേരും ഈ സമുദായത്തിന്റെ ഏരിയകളിൽ നിന്നാണ് ജയിച്ചു വന്നിട്ടുള്ളത്. സ്വാഭാവികമായും ഈ ഭരണത്തിൽ ഒരു പങ്കാളിത്തം എന്ന് പറയുന്നത് അത് ജനാധിപത്യത്തിന്റെ സവിശേഷതയായിട്ട് കണക്കാക്കാവുന്നതാണ്. അതുകൊണ്ടാണ് ഈ മേയർ സ്ഥാനത്തേക്ക് ലത്തീൻ സമുദായത്തിൽ നിന്നുള്ള ഒരു കൗൺസിലറെ നിയോഗിക്കണം എന്ന ഒരു ആഗ്രഹം പാർട്ടിയുടെ മുന്നിൽ സമുദായം വെച്ചിട്ടുള്ളത്. ലത്തീൻ സഭ മുന്നോട്ട് വെച്ച പേരുകളിൽ ഷൈനി മാത്യുവിന് വേണ്ടിയാണ് കോൺഗ്രസിലെ ചിലർ രംഗത്ത് വന്നിരിക്കുന്നത്. എന്നാൽ KPCC ജനറൽ സെക്രട്ടറി കൂടിയായ ദീപ്തി മേരി വർഗീസിനാണ് പാർട്ടി നിലവിൽ മുൻഗണന നൽകുന്നത്. സംഘടനയിലെ ഉയർന്ന പദവി പരിഗണിച്ചാണ് ഈ തീരുമാനം. എന്നാൽ ദീപ്തിയോട് താല്പര്യമില്ലാത്തവർ ഇത് അട്ടിമറിക്കാൻ സജീവമായി കളത്തിലുണ്ട്. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടിയുള്ള പശ്ചാത്തലത്തിൽ ലത്തീൻ സഭയുടെ ആവശ്യം കോൺഗ്രസ് പൂർണ്ണമായും തള്ളിയേക്കില്ല. സമ്മർദ്ദം ശക്തമായാൽ ടേമിന്റെ അടിസ്ഥാനത്തിൽ നിന്നും മേയർ സ്ഥാനം വീതം വെക്കണമെന്ന ആവശ്യവും പാർട്ടിയിൽ ഉയരുന്നുണ്ട്. അങ്ങനെ ധാരണയായാൽ ദീപ്തി മേരി വർഗീസ് തന്നെ ആദ്യം മേയറാകും. രണ്ടാം ടേമിൽ ഷൈനിക്കോ മിനിക്കോ സാധ്യതയുണ്ട്. ലത്തീൻ സഭയുടെ ഔദ്യോഗിക സംഘടനയായ കേരള റീജിയണൽ ലാറ്റിൻ കാത്തലിക് കൗൺസിൽ പരസ്യമായി രംഗത്ത് വന്നതുകൊണ്ട് തന്നെ കോൺഗ്രസിന് പൂർണ്ണമായും അവഗണിക്കാനും കഴിയില്ല. ദീപ്തി ഈ പദവിയിലേക്ക് എത്തുന്നതിന് ചില നേതാക്കളുടെ വ്യക്തി താല്പര്യങ്ങൾ എതിരാകുന്നുണ്ട്. ഇവരാണ് എറണാകുളം ജില്ലയിലെ സാമുദായിക സമവാക്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയുടെ ഉൾപ്പെടെ തീരമേഖലയിൽ കോൺഗ്രസിന് പ്രതീക്ഷിച്ച നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. മേയറെ നിശ്ചയിക്കുമ്പോൾ ഇക്കാര്യം പരിഗണിച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ വാദിക്കുന്നുണ്ട്. സാമുദായിക പരിഗണനയും രാഷ്ട്രീയത്തിലെ സീനിയോറിറ്റിയും ഗ്രൂപ്പുകളുടെ സ്വാധീനവുമെല്ലാം പരിഗണിച്ചാകും മേയറെ തീരുമാനിക്കുക. മേയർ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നായാൽ ഡെപ്യൂട്ടി മേയറുടെ കാര്യത്തിൽ സാമുദായിക സന്തുലനം പാലിക്കേണ്ടി വരും. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് സമവായ ചർച്ചകൾക്ക് മേൽനോട്ടം വഹിക്കുന്നത്.